RRB ALP ടെക്നീഷ്യൻ CBT2ൻ്റെ ബേസിക് സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗ് ഡ്രോയിങ്. ഇതുവരെയുള്ള ഒരു വീഡിയോസ് ഒരു പ്ലേലിസ്റ്റ് ആയിട്ട് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. IT ആയി ബന്ധപ്പെട്ട മൂന്നാമത്തെ വീഡിയോ ആണ് IT ലിറ്ററസി. ഇവിടെ പറയാൻ പോകുന്നത് ലോജിക് ഗേറ്റ്സ്. ആദ്യം കുറച്ച് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ. ഈ ലോജിക് ഗേറ്റ് എന്താണ്, ഇതൊക്കെ എവിടെയാണ് യൂസ് ചെയ്തതിന് മുമ്പ് നമുക്കറിയേണ്ടത് ഈ ബേസിക്കലി കമ്പ്യൂട്ടർ എന്താണ് എന്നുള്ളതാണ്. കമ്പ്യൂട്ടർ വർക്ക് ചെയ്യുന്നത് ഈ ചെറിയ ചെറിയ ഒരു ട്രാൻസിസ്റ്റേഴ്സ് ആയിട്ടാണ്. അപ്പോൾ എന്തുണ്ടാവും, ഇപ്പോൾ ഇവിടെ ചെറിയ ചെറിയ ഓരോ ചെറിയ സ്വിച്ചുകളായിട്ടാണ് ഇത് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ കമ്പ്യൂട്ടറിൻ്റെ ഒരു സയൻറ്റിസ്റ്റിൻ്റെ പോയിൻ്റ് ഓഫ് വ്യൂവിൽ ഈ സ്വിച്ചുകൾ എങ്ങനെയാണ് വർക്ക് ചെയ്യുക, ഒന്നിക്കൽ ഓഫ് അല്ലെങ്കിൽ ഓൺ. ഈ ചെറിയ ചെറിയ സ്വിച്ചുകൾ ഓഫ് ആണെങ്കിൽ അതിനെ 0 എന്നും, ഇത് ഓൺ ആണെങ്കിൽ 1 എന്നാണ് റെപ്രസെൻ്റ് ചെയ്യുക. ഈ രണ്ട് 0യും 1ഉം മാത്രമേ ഇവിടെ യൂസ് ചെയ്യൂ. ചെറിയ ചെറിയ സ്വിച്ചുകൾ ഓൺ ആണെങ്കിൽ 1, ഓഫ് ആണെങ്കിൽ 0. അപ്പോൾ ഇങ്ങനെയാണ് കമ്പ്യൂട്ടർ ഇത്തരത്തിലുള്ള ഈ ഓരോ ചെറിയ ഒരു ബിറ്റ് ഡാറ്റേനെ റെപ്രസെൻ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ നമ്മളിപ്പോൾ ഒരു മൾട്ടിപ്ലിക്കേഷനോ അഡീഷനോ ഒക്കെ കമ്പ്യൂട്ടർ ചെയ്യുന്നു, അല്ലെങ്കിൽ നമ്മളെ ഒരു എക്സൽ ഷീറ്റ് വർക്ക് ചെയ്യുന്നു, അല്ലെങ്കിൽ ഒരു വെബ് ബ്രൗസർ വർക്ക് ചെയ്യുന്നു, ഒരു ഇമേജ് ലോഡ് ചെയ്യുന്നു, ഈ ഡാറ്റയൊക്കെ കമ്പ്യൂട്ടർ പ്രോസസ്സ് ചെയ്യുന്നത് ഇങ്ങനെ നമുക്ക് കിട്ടുന്ന ഇൻപുട്ടുകളാണ്. ഈ 0, 1 എന്നുള്ള രീതിയിൽ ഓൺ ഓഫ്, അതായത് ഈ ഡാറ്റ, ഈ ബൈനറി ഡാറ്റ, ഈ രണ്ടെണ്ണത്തിൻ്റെ ഡാറ്റ ബൈനറി ഡാറ്റ, ഈ ബൈനറി ഡാറ്റേനെയാണ് നമ്മളെ കമ്പ്യൂട്ടർ പ്രോസസ്സ് ചെയ്യുന്നത്. അങ്ങനെയാണ് ഓരോ ഇൻപുട്ടിനും കണക്കായിട്ടുള്ള ഔട്ട്പുട്ട് ലഭിക്കുന്നത്. അതായത് ബേസിക്കലി ഇവിടെ എന്താ സംഭവിക്കുന്നത് വെച്ചാൽ ഈ 0നെയും 1നെയാണ് നമ്മൾ ഇൻപുട്ടായിട്ട് കണക്കാക്കുന്നത്. അവിടെയാണ് ഈ ലോജിക് ഗേറ്റ്സ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ ആദ്യം പറഞ്ഞിട്ടുള്ള പോയിന്റ് നോക്കാം. ഇറ്റ് ഈസ് ദ മെയിൻ സ്ട്രക്ചറൽ പാർട്ട്. ഏറ്റവും ബേസിക് ആയിട്ടില്ല, ബേസിക് ബിൽഡിംഗ് ബ്രിക്ക് എന്നൊക്കെ പറയുന്നത് പോലെ ലോജിക് ഗേറ്റ്സ് ആണ് മെയിൻ സ്ട്രക്ചറൽ പാർട്ട് ഓഫ് എ ഡിജിറ്റൽ സിസ്റ്റം. These are a block of hardware that produce signals of binary 1 or 0 when input logic requirements are satisfied. അതായത് ലോജിക് ഗേറ്റ്സ് 7 ബേസിക് ലോജിക് ഗേറ്റ്സ് ഉണ്ട് എന്ന് പറയുന്നത്. അപ്പോൾ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട 3 എണ്ണമാണ് ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ദ ഇൻപുട്ട് ഔട്ട്പുട്ട് ബൈനറി വേരിയബിൾസ് ഫോർ ഈച്ച് ഗേറ്റ് ക്യാൻ ബി റെപ്രസെൻറ്റഡ് ഇൻ ടാബുലാർ ഫോം ബൈ എ ട്രൂത്ത് ടേബിൾ. അപ്പോൾ ഇതിപ്പം ആദ്യമായിട്ട് കാണുന്ന ആളെ സംബന്ധിച്ചിട്ട് ഇതാണ് ഈ ട്രൂത്ത് ടേബിൾ എന്ന് പറഞ്ഞിട്ട് ഉദ്ദേശിക്കുന്നത്. 2 ഇൻപുട്ട്, അത് അനാലിസിസ് ചെയ്ത് ഓരോ ഗേറ്റിനും അനുസരിച്ചുള്ള ഔട്ട്പുട്ട്. അപ്പോൾ ഏറ്റവും ആദ്യത്തെ സിമ്പിളായിട്ടുള്ള ഒരു ഗേറ്റിൽ നിന്ന് എക്സാമ്പിൾ വെച്ച് തുടങ്ങാം. ആദ്യം ഇതാണ് ഏറ്റവും സിമ്പിളായിട്ടുള്ള ഒരു ഇൻപുട്ട്. ഇവിടുന്ന് തുടങ്ങാം. ഒന്നാമത്തത്, ഇപ്പോൾ ഇത് മൂന്നാമതായിട്ടൊക്കെ ആയിരിക്കും പഠിപ്പിക്കും. ഇതാണ് ഏറ്റവും സിമ്പിൾ നോട്ട് ഗേറ്റ്. ഇവിടുന്ന് തുടങ്ങാം. ഒരു നോട്ട് ഗേറ്റ് എന്താണെന്ന് നോക്കാം. ഇതാണ് ഇതിൻ്റെ സിമ്പിൾ. ഇവിടെ തന്നിട്ടുള്ള ഈ ഒരു ട്രയാങ്കിൾ, ഇതാണ് ഇമ്പോർട്ടൻ്റ്, ഒരു സർക്കിൾ. ഇതാണ് നോട്ട് ഗേറ്റിനെ സിമ്പിൾ റെപ്രസെൻ്റ് ചെയ്യുന്നത്. ഇവിടെ നമ്മൾ നേരത്തെ പറഞ്ഞു 2 ടൈപ്പാണ് ഡാറ്റ, ഓഫ്, ഓൺ അഥവാ 0, 1. നോട്ട് ഗേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ നമുക്ക് 0 ആണ് ഇൻപുട്ടായിട്ട് വരുന്നതെങ്കിൽ അതിനെ നേരെ റിവേഴ്സ് ചെയ്ത് 1 ആക്കി മാറ്റും. ഇനി 1 ആണ് ഇൻപുട്ടായിട്ട് വരുന്നതെങ്കിൽ ഇതിനെ 0 ആക്കി മാറ്റും. ബേസിക്കലി ഇതാണ് ഈ നോട്ട് ഗേറ്റ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഇതിനെ എന്താക്കി മാറ്റണം, ഒരു ട്രൂത്ത് ടേബിൾ എന്ന് പറയുന്ന ഒന്നുമില്ല, ഇൻപുട്ട് എന്താ ഔട്ട്പുട്ട് എന്താണെന്നുള്ളതാണ്. 0 ആണെങ്കിൽ 1 ആക്കി മാറ്റും, 1 ആണെങ്കിൽ 0 ആക്കി മാറ്റും. ബേസിക്കലി ഒന്നാമത്തെ ഗേറ്റ് കംപ്ലീറ്റ് ആയി. നോട്ട് ഗേറ്റ് ഈസ് ആൻ ഇലക്ട്രോണിക് സർക്യൂട്ട് വിച്ച് പ്രൊഡ്യൂസ് ഇതാണ് വേർഡ്, ഇൻവേർട്ടഡ് വേർഷൻ ഓഫ് ദ ഇൻപുട്ട് അറ്റ് ഇറ്റ്സ് ഔട്ട്പുട്ട്. അപ്പോൾ ഇതിനെന്തും വിളിക്കാം, അതുകൊണ്ട് ഇൻവേർട്ടർ എന്ന് വിളിക്കാം. നോട്ട് ഗേറ്റിനെ ഇൻവേർട്ടർ എന്ന് വിളിക്കാം. അപ്പോൾ ഇനി ബൈ ചാൻസ് ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുന്നത് വിച്ച് ഗേറ്റ് ഈസ് നോൺ ആസ് ഇൻവേർട്ടർ, ഓപ്ഷൻ A, B, C, D ഇങ്ങനെ ചോദിക്കുന്നത്. അപ്പോൾ ഇവിടെ എന്തുണ്ടാവും, നോട്ട് ഗേറ്റ് ഉണ്ടാവും. അപ്പോൾ അതാണ് ആൻസർ ആയിട്ട് വരേണ്ടത്. ഇതൊരു പോയിൻ്റാണ് ഇൻവേർട്ടർ എന്ന് വിളിക്കുന്നത്. അപ്പോൾ നമുക്കതറിയാം നോട്ട് ഗേറ്റ് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്. 0നെ 1 ആക്കും, 1നെ 0. അതാണ് ഇൻ ഗേറ്റ്. അടുത്ത രണ്ടാമത്തതാണ് ആൻഡ് ഗേറ്റ്. ആൻഡ് ഗേറ്റ് എന്താണെന്ന് നോക്കാം. 2 ഇൻപുട്ടുകൾ
നോട്ട് ഗേറ്റിൻ്റെ കാര്യത്തിൽ നമ്മൾ ഒരു ഇൻപുട്ടായിരുന്നു പറഞ്ഞത്. ഇവിടെ എന്തുണ്ട്, 2 ഇൻപുട്ടുകളുണ്ട്. ഇതാണ് ആൻഡ് ഗേറ്റിൻ്റെ. ആൻഡ് എന്ന് പറയുമ്പോൾ ഡി ഉണ്ടല്ലോ, ആ ഡി ആണ് ഇവിടെ എഴുതിയിട്ടുള്ളത്. ഒരു ഔട്ട്പുട്ട് കിട്ടുന്നത്. ഈ 2 ഇൻപുട്ടുകൾ പ്രോസസ്സ് ചെയ്തിട്ട് ഒരു ഔട്ട്പുട്ട് കിട്ടുന്നതാണ് ആൻഡ് ഗേറ്റ്. ഇതിൻ്റെ സിമ്പിളാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഡീൻ്റെ ഷേപ്പ്, ആൻഡിൻ്റെ ഡി, ഇവിടെ ഡീൻ്റെ ഷേപ്പ്, 2 ഇൻപുട്ട്. അപ്പോൾ ഇവിടെ എന്താണ് സംഭവിക്കുക നോക്കാം. ഈ എഴുതിയിരിക്കുന്നത് പെട്ടെന്ന് കാണുമ്പോൾ മനസ്സിലാവില്ലെങ്കിലും ഇത് ഓരോ കേസുകളാണ്. ഈ എക്ക് പകരം 0യും ബിക്ക് പകരം 0യും ആണ് ഇൻപുട്ടായി വരുന്നുണ്ടെങ്കിൽ അതാണ് ഇവിടെ ആദ്യം തന്നിരിക്കുന്ന കേസ്. ഇതാണ് എൻ്റെ താഴെ എഴുതുന്നത്, ഇവിടെ ബീൻ്റെ താഴെ എഴുതുന്നത്. എക്സ് എന്ന് പറയുന്നതാണ് ഇവിടെ ഔട്ട്പുട്ട്. അപ്പോൾ ഈ ഒന്നാമത്തെ ലൈൻ റെപ്രസെൻ്റ് ചെയ്യുന്നത് 2 ഇൻപുട്ടുകൾ 0യും 0യും വരുന്ന കണ്ടീഷനിൽ എന്താണ് ഔട്ട്പുട്ട് എന്നുള്ളത്. അപ്പോൾ ഇവിടെ എന്താണ് കൊടുത്തിട്ടുള്ളത്, 0 ആണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ആൻഡ് ഗേറ്റ് എന്താണെന്ന് വിശദീകരിക്കുമ്പോൾ ഇത് മനസ്സിലാവും. AND gate is an electronic circuit which gives a high output only if all its input are high. അപ്പോൾ 0 എന്ന് പറയുന്നതാണ് ലോ, 1 എന്ന് പറയുന്നതാണ് ഹൈ ഇവിടെ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇത് വായിച്ചപ്പോൾ പെട്ടെന്ന് കൺഫ്യൂഷൻ, മൊത്തം ആൾക്കാർക്കും കംപ്ലീറ്റ് ക്ലിയർ ആവുന്നുണ്ടാവില്ല. അപ്പോൾ എന്താണ് ആൻഡ് ഗേറ്റ്? സിമ്പിൾ ലോജിക്കലി ആൻഡ് എന്ന് പറഞ്ഞ ഇംഗ്ലീഷ് വാക്ക് എന്താണ് ഉദ്ദേശിക്കുന്നത്? ഇപ്പം 2 ആൾക്കാർ അവിടെ നിൽക്കുന്നു. അപ്പോൾ 2 പേരോടും ഇങ്ങോട്ട് വരാൻ പറയുന്നു. അപ്പോൾ എന്താ പറയുക, എയും ബിയും ഇങ്ങോട്ട് വന്നോളൂ, എ ആൻഡ് ബി ഇങ്ങോട്ട് വാന്ന് പറയും. അപ്പോൾ എന്താണ് ആൻഡ് എന്ന് പറയുമ്പോൾ രണ്ടും ഒരുമിച്ച്, അങ്ങനെയല്ലേ, എ ആൻഡ് ബി ഇങ്ങോട്ട് വാന്ന് പറയുമ്പോൾ എയും ബിയും ഒരുമിച്ച് വരണം. അപ്പോൾ ഇവിടെ അതാണ് ഉദ്ദേശിക്കുന്നത്. രണ്ടും ഒരുമിച്ചുണ്ടെങ്കിൽ ഇവിടെ കൊടുത്ത് വേണ്ട, രണ്ടും എയും ബിയും ഓണാണെങ്കിൽ, ഹൈ ആണെങ്കിൽ അത് ഹൈ ആണ്. അല്ലാതെ ഒരാൾ ഓണും ഒരാൾ ഓഫും ആണെങ്കിൽ എന്താണ്, ഇത് 0 ആയിരിക്കും. അപ്പോൾ ബേസിക്കലി ആൻഡ് എന്ന് പറയുമ്പം എയും ബിയും രണ്ടും എന്നുള്ളൊരു അർത്ഥം വരും. അങ്ങനെയാണെങ്കിൽ എന്ത്, രണ്ടും ഹൈ അല്ലെങ്കിൽ രണ്ടും ഓണ്, രണ്ടും 1 ആണെങ്കിൽ അതിൻ്റെ ഔട്ട്പുട്ട് 1 ആയിരിക്കും. അപ്പോൾ ഞാനിത് ഇങ്ങനെ മനസ്സിലായിരിക്കുക, 2 ആളുടെ കയ്യിലും ഒന്നുമില്ല, അപ്പോൾ ഒന്നുമില്ല. ഒരാളുടെ കയ്യിൽ 0, ഒരാളുടെ കയ്യിൽ 1, അത് ശരിയാവില്ല. ആൻഡ് എന്ന് പറയുമ്പോൾ 2 ആളുടെ കയ്യിൽ ഓരോന്ന് വേണം, അതുകൊണ്ട് 0 കൊടുത്തു. 1 0, ഒരാളുടെ കയ്യിൽ 1, മറ്റേ ആളുടെ കയ്യിൽ 0. ആൻഡ് എന്ന് പറയുമ്പോൾ 2 ആളുടെ കയ്യിലും പോകണം, അപ്പോൾ 0. അപ്പോൾ ഈ കണ്ടീഷനിൽ 1 1 1. അപ്പോൾ ഈ ടേബിളിന് വിളിക്കുന്ന പേരാണ് ട്രൂത്ത് ടേബിൾ എന്നുള്ളത്. ഇതാണ് ആൻഡ് ഗേറ്റിൻ്റെ ട്രൂത്ത് ടേബിൾ. ആൻഡ് ഗേറ്റിൻ്റെ സിമ്പിൾ ആദ്യത്തെ പറഞ്ഞു, ആൻഡ് ഗേറ്റിൻ്റെ ട്രൂത്ത് ടേബിൾ. ഇതിനെ ആൾജിബ്രൈക്ക് ഫംഗ്ഷനായിട്ട് എഴുതുന്നത് എക്സ് എന്ന് പറയുന്ന ഔട്ട് ഈക്വൽ ടു എ ഇൻറ്റു ബി, ഇങ്ങനെ എന്തൊരു ഫംഗ്ഷനായിട്ട് എഴുതുന്നത്. 3 കാര്യങ്ങൾ, സിമ്പിൾ, ട്രൂത്ത് ടേബിൾ, എന്താണ് അത് ഉദ്ദേശിക്കുന്നത്. ഇതാണ് അതിൻ്റെ ലൈനായിട്ട് ഇങ്ങനെ ആയിരിക്കും വരിക. ബോത്ത് ഇൻപുട്ട് ഹൈ ആണെങ്കിൽ ഔട്ട്പുട്ടും ഹൈ ആയിരിക്കും. ഇറ്റ് ഗീവ്സ് എ ഹൈ ഔട്ട്പുട്ട് ഓൺലി ഇഫ് ഓൾ ഇറ്റ്സ് ഇൻപുട്ട്, 2 എണ്ണം ആർ ഹൈ. ആൻഡ് ഓപ്പറേഷൻ ഈസ് റെപ്രസെൻറ്റഡ് ബൈ എ ഡോട്ട് സൈൻ, എ കുത്ത് ബി. അടുത്തത് 2 എണ്ണം പറഞ്ഞു. ആദ്യത്തത് നോട്ട് ഇൻവേഴ്സ്, രണ്ടാമത്തത് ആൻഡ്, മൂന്നാമത്തത് ഓർ, മൂന്നാമത്തതാണ് ഓർ ഗേറ്റ്. ഇവിടെ തന്നിരിക്കുന്നതാണ് മൂന്നാമത്തത്. ഇതാണ് ഓർ ഗേറ്റ്. ആൻഡിൻ്റെ സിമ്പിൾ എന്തായിരുന്നു? ആൻഡിൻ്റെ സിമ്പിൾ ഒരു ഡി ആയിരുന്നു. ഇവിടെ ഓറിൻ്റെ സിമ്പിൾ ഇങ്ങനെയാണ്, ഇത് ചെറിയ ഇങ്ങനെ, പിന്നെ ഇങ്ങനെ, ഡി അല്ല, ചെറിയ കൂർത്ത മന, 2 ഇൻപുട്ട് ഒരു ഔട്ട്പുട്ട്. ഇതാണ് ഓറിൻ്റെത്. ഓർ എന്താണ്, ഇനിയിപ്പോൾ ഇത് വായിക്കണ്ടല്ലോ. ഓർ എന്ന് പറഞ്ഞാൽ എന്താ, ഇപ്പോൾ 2 ആൾക്കാർ ദൂരെ നിൽക്കുന്നു, നമ്മളതിൽ എ ഓർ ബി ഇങ്ങോട്ട് വരാൻ പറയുന്നു. അപ്പോൾ എന്ത് ചെയ്യും, ആരെങ്കിലും ഒരാളെ കയ്യിൽ 1 ഉണ്ടെങ്കിൽ ഓക്കെയാണ്, 1 0 0 0, ഓക്കെ. എ ഓർ ബി എന്നാണ്, എ ഓർ ബീൻ്റെ കയ്യിൽ 1 ഉണ്ടെങ്കിൽ ഓക്കെ, അത് 1 ആയിട്ട് ഔട്ട്പുട്ട് കിട്ടി. എ ഓർ ബി ആരെങ്കിലും കയ്യിൽ മിനിമം 1 ഉണ്ടെങ്കിൽ ഓക്കെ, 1 ഓക്കെ കൊടുത്തു, 1 കൊടുത്തു. 2 പേരുടെ കയ്യിലും 1 1, അപ്പോൾ ഓക്കെ, അതും 1. അപ്പോൾ ഇത് ശരിക്കും എന്താണ് ഇതിൻ്റെ തിയറി? ദ ഓർ ഗേറ്റ് ഈസ് എൻ ഇലക്ട്രോണിക് സർക്യൂട്ട് വിച്ച് ഗീവ്സ് എ ഹൈ ഔട്ട്പുട്ട് ഇഫ് 1 ഓർ മോർ ഓഫ് ഇറ്റ്സ് ഇൻപുട്ട് ആർ ഹൈ. അതായത് മിനിമം ഒരാളെ കയ്യിലെങ്കിലും 1 ഉണ്ടെങ്കിൽ ഔട്ട്പുട്ട് ഹൈ കിട്ടും. ഈ ഹൈ എന്ന് പറയുന്നത് എന്താണ്, 1. ആൻഡ് എന്ന് പറയുമ്പോൾ
ശ്രദ്ധിക്കേണ്ടത് രണ്ടാളെ കയ്യിലും 1 ഉണ്ടെങ്കിലേ അത് 1 ആയിട്ട് ഔട്ട്പുട്ട് വരുള്ളൂ. ഓർ എന്ന് പറയുമ്പോൾ ഇങ്ങനെയാണ്, എ ഓർ ബി എന്ന് പറയുമ്പോൾ എന്താ, ഒന്നിക്കിൽ എയുടെ കയ്യിൽ 1 അല്ലെങ്കിൽ ബിയുടെ കയ്യിൽ 1 മിനിമം. ആരെങ്കിലും കയ്യിൽ ഒരാളെയിലെങ്കിലും 1 ഉണ്ടെങ്കിൽ അത് 1, രണ്ടാളെ കയ്യിലും 1 ഉണ്ടെങ്കിൽ സന്തോഷം 1. അപ്പോൾ ഇവിടെ ഓർ ഗേറ്റിനെ റെപ്രസെൻ്റ് ചെയ്യുന്ന ഫംഗ്ഷൻ പ്ലസ്. ദ ഓപ്പറേഷൻ പെർഫോംഡ് ബൈ ആൻ ഓർ ഗേറ്റ് ഈസ് റെപ്രസെൻറ്റഡ് ബൈ എ പ്ലസ് സൈൻ. അപ്പോൾ ഓർ ഗേറ്റ് പറയുമ്പോൾ 3 പോയിന്റുകൾ, ഒന്ന് ഇതിൻ്റെ സിമ്പല്, ഇതാണ് അതിൻ്റെ റെപ്രസെൻ്റ് ചെയ്യുന്നത്. ആൾജിബ്രായിക് ഫംഗ്ഷൻ പ്ലസ്, അതായത് ഇങ്ങനെയല്ലേ 0 0 0 0 + 1 1 1 + 1 1. ഇവിടെ 2 എന്ന് എഴുതാൻ പാടില്ല, 0യും 1 ഇല്ല. അപ്പോൾ ഓണ്. നേരത്തെ ഈ ഡോട്ട് ഇൻറ്റു എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ്, നമ്മളെ രണ്ടാമത്തേൽ ആൻഡ് ഗേറ്റിൽ 0 × 1 0, 1 × 0 0, 1 × 1 1, ഇങ്ങനെയല്ല ശരിക്ക്, എന്നാലും ജസ്റ്റ് മനസ്സിലാക്കാം. അപ്പോൾ ആദ്യത്തേത് പറഞ്ഞു നോട്ട് ഗേറ്റ്. നോട്ട് ഗേറ്റ് ഇൻവേർട്ടർ, സിംഗിൾ ഇൻപുട്ട്. ഇവിടെ റെപ്രസെൻ്റ് ചെയ്യുന്നതിൽ ഇമ്പോർട്ടൻ്റ് ഈ വട്ടാണ്. ഇവിടെ ഇമ്പോർട്ടൻ്റ് ഒരു ട്രയാങ്കിൾ, അതിൻ്റെ അറ്റത്തൊരു വട്ടം. ഈ വട്ടം വരുമ്പോൾ എന്ത് ചെയ്യും, നമ്മൾ ഇൻപുട്ട് നേരെ റിവേഴ്സ് ആവും. 0 കൊടുത്താൽ 1 ആവും, 1 കൊടുത്താൽ 0 ആവും. രണ്ടാമത്തത് ആൻഡ് ഗേറ്റ്. ആൻഡ് ഗേറ്റിൻ്റെ സിമ്പിൾ ഡി, 2 ഇൻപുട്ട് ആൻഡ് എ ആൻഡ് ബി, രണ്ടാളെ കയ്യിലും 1 ഉണ്ടെങ്കിൽ ഔട്ട്പുട്ട് 1 കിട്ടും, അല്ലെങ്കിൽ ഒക്കെ 0. ഇതിനെ ആൾജിബ്രായിക് ഫംഗ്ഷൻ ഡോട്ട് എ ഡോട്ട് ബി അഥവാ എ ഇൻറ്റു ബി. മൂന്നാമത്തത് 3 പറഞ്ഞു. നാലാമത്തത്, അപ്പോൾ ഈ ആദ്യത്തെ 3 പറഞ്ഞു. ഇതാണ് വെറും 3 സെപ്പറേറ്റ് ആയിട്ടുള്ള കൺസെപ്റ്റ്. ഇനി നമ്മൾ പറയാൻ പോകുന്നത് എന്താണ്, ഇത് 3ൻ്റെയും കോമ്പിനേഷനുകളാണ്. അപ്പോൾ ഇവിടെ 3 എന്താണെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ ഇത് സിമ്പിളാവും. അപ്പോൾ നമ്മൾ ആദ്യം പഠിച്ചത് നോട്ട്, രണ്ടാമത്തത് ആൻഡ്, പിന്നെ ഓർ, നാലാമത്തതാ ഇവിടെ പറയുന്നത് നോർ. അപ്പോൾ ഈ നോറ് എന്ന് പറയുമ്പോൾ കേൾക്കുമ്പോൾ തന്നെ മനസ്സിലാവും എന്തുണ്ട്, നോട്ട് ഓറും തമ്മിൽ ചേരുന്നതാണ് നോർ. അപ്പോൾ ഇവിടെ നമുക്ക് നോക്കിയാൽ മതി, നോട്ടിൻ്റെ സിമ്പിൾ എന്തായിരുന്നു, ഒരു ട്രയാങ്കിളിൻ്റെ അറ്റത്തൊരു വട്ടം, ഇതായിരുന്നു നോട്ടിൻ്റെ സിമ്പിൾ. ഓറിൻ്റെ സിമ്പിൾ എന്തായിരുന്നു, ഓർ എന്ന് പറയുമ്പോൾ ആൻഡിൻ്റെ ഡിക്ക് പകരം ഇവിടെ ഒരു കൂർത്തറ്റം, ഇത് കുറച്ച് ചെരിറ്റ്. അപ്പോൾ ഈ നോട്ടും ഓറും ചേരുമ്പോഴുള്ള സിമ്പിൾ എന്താവും, 2 ഇൻപുട്ട് ഓറിൻ്റെ അതേ സാധനം അറ്റത്ത് ഈ ഒരു വട്ടവും വരും. അപ്പോൾ എന്തായി, ഇത് നോറായി. ഇതെന്തായി, നോറായി. അപ്പോൾ ഇവിടെ സംഭവിക്കുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യം ഇൻപുട്ട് നമ്മുടെ സാധാരണ പോലെ. അപ്പോൾ ഇതിപ്പോൾ നോക്കണ്ട, നമുക്ക് ആദ്യം എന്ത് ചെയ്യുക, ഇവിടെ ഓറിൻ്റെ ഔട്ട്പുട്ട് എഴുതാം, എന്നിട്ട് അതിൻ്റെ റിവേഴ്സ് എടുത്തു കഴിഞ്ഞാൽ നോറായില്ല. ആദ്യം ഓറിൻ്റെ ഇൻപുട്ട് എഴുതാം. ഓറിൻ്റെ ഇൻപുട്ട് എന്താ വരിക, ഔട്ട്പുട്ട് എന്താ വരിക, 0യും 0യും ചേർന്ന് 0. ഓർ എന്ന് പറയുമ്പോൾ ആരെങ്കിലും കയ്യിൽ ഒരാളെ മതി, എ ഓർ ബി, ആരെങ്കിലും കയ്യിൽ മതി. 0 1 എന്ന് പറയുമ്പോൾ 1, 1 0 എന്ന് പറയുമ്പോൾ 1, 1 1 എന്ന് പറയുമ്പോൾ രണ്ടാളെ കയ്യിലുണ്ട്, സന്തോഷം 1. ഇനിയിപ്പോൾ അടുത്തത് ഈ ഓറിൻ്റെ ഇൻവേഴ്സാണ് നോട്ട്. നോട്ട് എന്ന് പറഞ്ഞാൽ ബേസിക്കലി എന്ത് ചെയ്യുക, നമുക്ക് കിട്ടുന്നത് എന്താണോ അതിൻ്റെ നേരെ തിരിച്ച് ഇൻവേഴ്സ് ചെയ്യും. അപ്പോൾ ഓറിൻ്റെ ഇൻവേഴ്സാണ് നോർ. അതാണ് ഇവിടുത്തെ എക്സ് എന്ന് പറയുന്ന ഔട്ട്പുട്ട്. അപ്പോൾ 0നെ 1 ആക്കി, ഇൻവേഴ്സ് 1നെ 0 ആക്കി, 1നെ 0 ആക്കി, 1നെ 0 ആക്കി. അപ്പോൾ എന്തായി, നോറിൻ്റെ ട്രൂത്ത് ടേബിൾ. ഈ ടേബിളിനെ വിളിക്കുന്ന പേരാണ് ട്രൂത്ത് ടേബിൾ. അപ്പോൾ ഇവിടെ ആദ്യം നമ്മളൊരു പോയിന്റ് പറയാൻ മിസ്സായത്, ഈ എക്സ് ഇതിപ്പോൾ എ ആണെങ്കിൽ ഇതെന്താണ്, ഇത് എ ഡാഷ് ആണ്. നമ്മൾ സാധാരണ ഒക്കത്തിൽ അങ്ങനെയല്ലേ പറയില്ല, ഇൻവേഴ്സ് പറയുന്നത് എൻ്റെ ഇൻവേഴ്സ് എ ഡാഷ്. അതുപോലെ ഇവിടെ നമ്മൾ കൊടുത്തിരിക്കുന്നത് ആൾജിബ്രായിക് ഫംഗ്ഷൻ എന്താണെന്ന് നോക്കുന്നു. ഓറിൻ്റെ ഫംഗ്ഷൻ എന്തായിരുന്നു, ആൻഡിന് ഇൻറ്റു, അതായത് ഡോട്ട്, ഓറിന് പ്ലസ്, ഇവിടെ ഡാഷ്, എ ഡാഷ് പറയുന്ന പോലെ. അപ്പോൾ ഇവിടെ എന്താണ്,
നോട്ടും ഓറും ചേരുന്ന നോർ ഗേറ്റിന് ആൾജിബ്രായിക് ഫംഗ്ഷൻ കൊടുത്തത് നോക്കിയേ. എക്സിൻ്റെ A+B എന്ന് പറഞ്ഞാൽ ഓറിൻ്റെത്, പിന്നെ ഹോൾ ഡാഷ്. അപ്പോൾ നോർ ഗേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോട്ടും ഓറും, അതായത് A+B പിന്നെ നോട്ടിൻ്റെ ഹോൾ ഡാഷ്. ഇതാണ് നാലാമത്തത്. അഞ്ചാമത്തത് എന്ന് പറയുമ്പോൾ ഇനിയിപ്പോൾ ഇത് സിമ്പിളായി. 5 എന്ന് പറയുമ്പോൾ എന്തായി, നോട്ടും മറ്റേത് എന്തായിരിക്കും ചേരുക, നോട്ടിൻ്റെ കൂടെ ആൻഡും കൂടെ ചേരുന്നതാണ് നാൻഡ്. അപ്പോൾ ഇത് സിമ്പിൾ എന്താ വരിക, ഇവിടെ ശ്രദ്ധിക്കണം, ചെറിയൊരു വട്ടമുണ്ട് ഇവിടെ, അതാണ് ഈ നോട്ടിനെ റെപ്രസെൻ്റ് ചെയ്യുന്നത്. ആൻഡിൻ്റെ സിമ്പിൾ നമുക്കറിയാം, ഒരു ഡി, സിമ്പിളായിട്ടുള്ളൊരു ഡി. നോട്ടിൻ്റെ സിമ്പിൾ നമുക്കറിയാം, ഒരു ട്രയാങ്കിളറിൻ്റെ അറ്റത്ത് ഒരു വട്ടം, ഇതാണ് നോട്ടിൻ്റെ. ഇത് രണ്ടും കൂടെ ചേരുമ്പോൾ എന്തായി, ഒരു ഡി, ഡീൻ്റെ അറ്റത്ത് ഒരു വട്ടമുണ്ട്, ഇവിടെ ശ്രദ്ധിക്കണം, ഒരു വട്ടമുണ്ട്. ഇതിൻ്റെ ട്രൂത്ത് ടേബിൾ ഒറ്റയടിക്ക് നാൻഡിൻ്റെ ട്രൂത്ത് ടേബിൾ എഴുതുന്നതിനെക്കാട്ടി നല്ലത് ഇവിടെ ആദ്യം ആൻഡിൻ്റെ ട്രൂത്ത് ടേബിൾ എഴുതുക. ഇവിടെ ഒരു ആൻഡ് എഴുതുക. ആൻഡ് എന്ന് പറഞ്ഞാൽ എന്താ, എയും ബിയും രണ്ടും ഒരുമിച്ച് ആൻഡ്, 0 0 0, ഒരാളെ കയ്യിലേ ഇല്ലു അപ്പോൾ 0, ഒരാളെ കയ്യിലേ 1 ഇല്ലു 0, രണ്ടാളെ കയ്യിലും 1 ഉണ്ട്, ഓക്കെ, അപ്പോൾ 1. ആൻഡിൻ്റെ ഇൻവേഴ്സാണ് നാൻഡ്. അപ്പോൾ ഈ നാൻഡ് എന്തായി, 0 വരുന്നിടക്ക് 1 എഴുതുക, 1 വരുന്നിടക്ക് 0 എഴുതുക, ഇൻവേഴ്സ് 0 1, 0നെ 1, 0നെ 1, 1 എന്തായി 0 ആയി. അപ്പോൾ ട്രൂത്ത് ടേബിൾ റെഡി. ഇവിടെ നാൻഡിൻ്റെ ആൾജിബ്രായിക് ഫംഗ്ഷൻ എക്സ് ഈക്വൽ ടു എ ബി എന്തിൻ്റെയാണ്, ആൻഡിൻ്റെ, അതിൻ്റെ ഡാഷ് ഇൻവേഴ്സ്. അടുത്തത് ഇത് കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആണ്. ഇപ്പോൾ എത്ര എണ്ണമായി, ഇപ്പം 5 എണ്ണമായി. ഇനി ഈ 2 എണ്ണം ഉള്ളത് ശ്രദ്ധിച്ചാൽ മതി. XORഉം അതിൻ്റെ ഇൻവേഴ്സ് നോട്ട്, നോ ഇക്വാലൻസ് ഗേറ്റ്, എക്സ്ക്ലൂസീവ് നോർ, എക്സ്ക്ലൂസീവ് ഓറും എക്സ്ക്ലൂസീവ് നോറും. ഇതിന് ജസ്റ്റ് ഒന്ന് നോക്കി വിട്ടാൽ മതി. നമ്മളിവിടെ പറയുന്നത് ഇറ്റ് ഈസ് എ സർക്യൂട്ട് വിച്ച് വിൽ ഗീവ് ഹൈ ഔട്ട്പുട്ട് ഇഫ് വൺ ഓഫ് ഇറ്റ്സ് ഇൻപുട്ട് ഈസ് ഹൈ ബട്ട് നോട്ട് ബോത്ത് ഓഫ് ദം. ഇവിടെ ശ്രദ്ധിച്ചാൽ, അതായത് നമ്മൾ ഓറിൻ്റെ കാര്യത്തിൽ പറഞ്ഞപ്പോൾ ജസ്റ്റ് ഒന്ന് ഓറുമായിട്ട് ഇത് കംപ്ലൈ ചെയ്യുന്നത്. ഇവിടെ എക്സ് ഓർ എന്നാണ് പറയുന്നത്, എക്സ്ക്ലൂസീവ് ഓർ എന്ന് പറയുന്നത് 0 0 വരുമ്പോൾ 0, 0 1 വരുമ്പോൾ 1, 1 0 വരുമ്പോൾ 1. ഇതുവരെ സെയിമാണ്, ഇതുമായിട്ട് കമ്പയർ ചെയ്യണേ, ഇതുമായിട്ട് കമ്പയർ ചെയ്താൽ മതി. അപ്പോൾ അടുത്ത 1ഉം 1ഉം വരുമ്പോഴാണ് ഓറും എക്സ്ക്ലൂസീവ് ഓറും തമ്മിൽ വ്യത്യാസം വരുന്നത്. ഇത് ഒരുപാട് കോംപ്ലിക്കേറ്റഡ് ആയി തോന്നുമെങ്കിൽ ഇത് ശരിക്കും ചെറിയ സിമ്പിളാണ്. അപ്പോൾ ഇത് നമ്മൾ ആദ്യമായിട്ട് കേൾക്കുമ്പോൾ ഇത് ഒരുപാട് പുതിയ കാര്യങ്ങളായി തോന്നും. പക്ഷെ ഇതൊരു പേപ്പർ എടുത്തിട്ട് ഈ ടേബിൾ സ്വന്തമായിട്ട് വരച്ചു പോയി കഴിഞ്ഞാൽ ഭയങ്കര സിമ്പിളാണ്. അപ്പോൾ ഒന്നുമില്ല, ഇതെന്താ ചെറിയ എലമെൻ്ററി പരിപാടിയാണിത്. ഇവിടെ 1ഉം 1ഉം 1 ആയിരുന്നെങ്കിൽ അത് ഓറായി, രണ്ടും കൂടെ ഒരുമിച്ച് വരുമ്പോൾ അത് 0 ആവുന്നുണ്ടെങ്കിൽ അത് എക്സ് ഓറായി, എക്സ്ക്ലൂസീവ് ഓറായി. ആ ഒരു ചെറിയ വ്യത്യാസം ഇവിടെ ഉണ്ടാവില്ല, ബാക്കിയൊക്കെ സെയിമാണ്. അപ്പോൾ എന്താ, ഇവിടെ സിമ്പിൾ വരുമ്പോൾ എന്താ, സാധാരണ ഓറിൻ്റെ സിമ്പിളിൻ്റെ കൂടെ ഇവിടെ ഒരു ലൈനും കൂടെ എക്സ്ട്രാ വരും, ഒരു കർവ് ലൈന് എക്സ്ട്രാ വരും. ഓറ് എന്ന് പറയുന്നത് പ്ലസ് ആയിരുന്നു, ഇവിടെ വരുന്ന സൈന് ഇങ്ങനെ, അല്ലെങ്കിൽ A'(B) പ്ലസ് AB'. അതായത് രണ്ട് നോട്ടുകൾ അതിൻ്റെ ഇടയിൽ വരുന്ന ഒരു കോമ്പിനേഷനാണ്. സത്യം പറഞ്ഞാൽ XOR ഗേറ്റ് എന്ന് പറയുന്നത് ശരിക്കും ഒരു കോമ്പിനേഷനാണ്, ഓറിൻ്റെയും നോട്ടിൻ്റെയും ഒരു കോമ്പിനേഷനാണ്. അത് കോംപ്ലിക്കേറ്റഡ് ആവുന്നതുകൊണ്ടാണ് പുതിയൊരു ടേബിളായിട്ട് ഇവിടെ എഴുതിയത്. ഇതിൻ്റെ തന്നെ ആൻഡിൻ്റെ എക്സ്ക്ലൂസീവ് അതാണ് ഇവിടെയും പറഞ്ഞിട്ടുള്ളത്. ഒന്നുമില്ല, 0 0 1 ഇവിടെ ഒരു വ്യത്യാസം വന്നു, ചെറിയ ആ ഒരു വ്യത്യാസം മാത്രം. ആൻഡിലായിരുന്നെങ്കിൽ ഇത് 0 ആയിരുന്നേനെ, ഈ ഒരു ലൈനിൽ മാത്രം ചെറിയ വ്യത്യാസം, ഇത് 0 ആയിരുന്നേനെ ആൻഡിലായിരുന്നു. എക്സ്ക്ലൂസീവ് ഓറിൽ രണ്ടും ലോ ആവുമ്പോൾ അത് ഹൈ കിട്ടും, ആ ഒരു ചെറിയ വ്യത്യാസം. It will give a low output if one of its input is high but not both of them. അതാണ് XNOR. അടുത്തതാണ് നമ്പർ സിസ്റ്റം. ഈ നേരത്തെ പറഞ്ഞ ഗേറ്റുകൾ ജസ്റ്റ് ഒന്നും കൂടെ ഒന്ന് നോക്കിക്കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ സ്വന്തമായിട്ടൊന്ന് ഈ ട്രൂത്ത് ടേബിൾ എഴുതാനും ഇതൊന്നും എഴുതി കഴിഞ്ഞാൽ പെട്ടെന്ന് ക്ലിയർ ആവും.
പിന്നെ ഇതിൻ്റെ ക്വസ്റ്റ്യൻ എങ്ങനെയാണ് വരികയെന്ന് നോക്കിയിട്ടാണ് ഇത്. കൺസെപ്റ്റ് ജസ്റ്റ് നോക്കുക, പിന്നെ ക്വസ്റ്റ്യനാണ് ചെയ്യേണ്ടത്. അടുത്ത രണ്ടാമത്തെ ഒരു ഡിഫറെൻറ്റ് ടോപ്പിക്ക് നമ്പർ സിസ്റ്റം. നമ്പർ സിസ്റ്റം എന്ന് പറയുമ്പോൾ നമ്മളെ നമ്പേഴ്സ് എന്തെല്ലാമാണ് 0, 1, 2, 3 up to 9 ഇങ്ങനെ 10 ഉള്ളതാണ് നമ്മൾ ഡെയിലി ലൈഫ് യൂസ് ചെയ്യുന്ന നമ്പേഴ്സ്. 0 to 9, 10, 10 എണ്ണം. 10 എന്ന് പറയുന്ന പേരെന്താണ്? ഡെസിമൽ. 10 വർഷം ഡെക്കേഡ്. 10 എന്ന് പറയുന്നത് ഡെസിമൽ. ഈ നമ്പർ സിസ്റ്റം ഏതാണ്? നമ്മൾ യൂസ് ചെയ്യുന്ന നമ്പർ സിസ്റ്റം ഡെസിമൽ നമ്പർ സിസ്റ്റമാണ്. അപ്പോൾ ഈ 10 എന്ന് പറയുന്നതാണ് ഇവിടുത്തെ ബേസ്. എത്ര നമ്പറാണ് ഈ നമ്പേഴ്സിനെ മുഴുവൻ റെപ്രസെൻ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്നത്? 10 നമ്പേഴ്സാണ്. 9 വരെ പിന്നെ ഒരു 0 ഡെസിമൽ. ഇവിടുത്തെ ബേസ് 10 ആണ്. ഇതുപോലെ വേറെയും ഒരുപാട് നമ്പർ സിസ്റ്റം ഉണ്ട്. പ്രധാനപ്പെട്ട 4 എണ്ണം ഇവിടെ പറയുന്നുണ്ട്. എന്തൊക്കെയാണെന്ന് നോക്കാം. ആദ്യം നമ്പർ സിസ്റ്റം എന്താ? വെൻ വി ടൈപ്പ് സം ലെറ്റേഴ്സ് ഓർ വേർഡ്സ് the computer translate them in numbers as computers can understand only numbers. അത് ആദ്യം തുടക്കത്തിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമ്മളിപ്പോൾ വലിയൊരു കഥ എഴുതിയാലും ഒരു പിക്ചർ ചെയ്താലും ആ പിക്ചറിനൊക്കെ കമ്പ്യൂട്ടറിൻ്റെ ലാംഗ്വേജിന് മനസ്സിലാവണമെങ്കിൽ ഈ നമ്പേഴ്സിലേക്കൂടെ മാത്രമേ മനസ്സിലാവൂ. നമ്മൾ എന്ത് കൊടുത്താലും കമ്പ്യൂട്ടർ ക്യാൻ അണ്ടർസ്റ്റാൻഡ് ദ പൊസിഷണൽ നമ്പർ സിസ്റ്റം വേർ ദർ ആർ ഓൺലി എ ഫ്യൂ സിമ്പിൾസ് കോൾഡ് ഡിജിറ്റ്സ് ആൻഡ് ദീസ് സിമ്പിൾ റെപ്രസെൻറ്റ് ഡിഫറെൻറ്റ് വാല്യൂസ്. നമ്പർ സിസ്റ്റത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ നമ്മൾ ഉപയോഗിക്കുന്ന ഡെസിമൽ. അടുത്തതാണ് ബൈനറി. കഴിഞ്ഞ എക്സാമ്പിളിലൊക്കെ പറഞ്ഞതുപോലെ 2 ബേസ് 2 വരുന്നത്. അപ്പോൾ ആ 2 ഏതൊക്കെയാണ്? ഒരു 0യും ഒരു 1ഉം. അതാണ് ബൈനറി. അടുത്തതാണ് ഒക്ടൽ. ഒക്ട എന്ന് പറയുമ്പോൾ എന്താ? ഒക്ടഗണൽ. ഒക്ടഗൺ എന്ന് പറഞ്ഞാൽ എന്താ? 8 സൈഡുള്ള ഒബ്ജക്റ്റ് ഇതിന് പറയുന്നതല്ലേ ഒക്ടഗൺ. അപ്പോൾ ഒക്ട എന്ന് പറഞ്ഞാൽ 8 എന്നാണ്. 8 എന്ന് പറയുമ്പോൾ എന്തെല്ലാം? 0 ഉൾപ്പെടെ 1, 2, 3, 7 വരെ 8 എണ്ണായി. ഇതാണ് ഒക്ടൽ നമ്പർ സിസ്റ്റം. നമ്മൾ ഡെസിമലിൽ 0 ഉൾപ്പെടെ 9 വരെയുള്ളതാണ് ഡെസിമൽ. ഒക്ടൽ എന്ന് പറയുന്നത് 0, 1 to 7 വരെയുള്ളത്. അടുത്തത് ഹെക്സാ ഡെസിമൽ, 16 വരെയുള്ളത്. 16 വരാന്ന് പറയുമ്പം എന്തൊക്കെയാണ് വരിക? 0, 1, 2, 3, 9. ഇതുവരെ എത്തുമ്പോഴേക്ക് എന്തായി? 10 എണ്ണായി. ഇതുവരെ എത്തുമ്പോഴേക്ക് 10 എണ്ണായി. പിന്നെയും 6 എണ്ണം വേണം. അപ്പോൾ ഇവിടെ എത്രയാ? 10, 11 അങ്ങനെ പോകും. പക്ഷേ ഇതെന്തായി? ഇത് 2 അക്ക നമ്പറായി. അപ്പോൾ നമുക്ക് ഒറ്റ ഡിജിറ്റിലേക്ക് മാറ്റണം. അപ്പോൾ അതിന് പകരം എന്ത് ചെയ്യും? നമ്മൾ ആൽഫബറ്റ്സിന് യൂസ് ചെയ്യും. ഹെക്സാ ഡെസിമലിൽ 16 നമ്പേഴ്സ് ഉണ്ട്. അപ്പോൾ അതിൽ 0 to 9 വരെ ആകുമ്പോഴേക്ക് 10 എണ്ണായി. പിന്നെ അടുത്ത 10 കഴിഞ്ഞാൽ 16 എണ്ണം വേണമല്ലോ. ബാക്കിയുള്ളതിനെ 10, 11 എന്ന് എഴുതുന്നതിന് പകരം ഓരോന്നിനെയും നമ്മളെ ആൽഫബറ്റിക് ഓർഡറിലെ നമ്പേഴ്സായിട്ട് എഴുതും. അപ്പോൾ 10ന് പകരം എന്ത് എഴുതും? ആദ്യത്തെ ആൽഫബറ്റ്സ് A. 11ന് പകരം എന്ത് എഴുതും? B. അപ്പം അങ്ങനെ അടുത്ത 6 എണ്ണം എന്ന് പറയുമ്പം A, B, C, D, E, F വരെ വരും. അത് ഡീറ്റെയിൽ ആയിട്ട് വരും, നോക്കാം. അപ്പോൾ ഇതാണ് ബേസിക്കലി നമ്പർ സിസ്റ്റത്തിൻ്റെ ഒരു തുടക്കം. നമ്പർ സിസ്റ്റത്തിൽ വാല്യൂ ഓഫ് ഈച്ച് ഡിജിറ്റ് ഇൻ എ നമ്പർ ക്യാൻ ബി ഡിറ്റർമൈൻഡ് യൂസിങ് ഡിജിറ്റ്, പൊസിഷൻ ഓഫ് ദ ഡിജിറ്റ് ഇൻ ദ നമ്പർ, ബേസ് ഓഫ് ദ നമ്പർ സിസ്റ്റം. ഇത് ഒരു ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ മനസ്സിലാവും ഇതെന്താണ്, ഈ 3 എന്താണ് ഉദ്ദേശിക്കുന്നത്. ആദ്യത്തെ നമ്മൾ കോമൺലി യൂസ് ചെയ്യുന്ന ഡെസിമൽ സിസ്റ്റം കുറച്ച് എക്സ്പ്ലെയിൻ ചെയ്യുക. ഇതിലെ ക്വസ്റ്റ്യൻ എക്സാം പോയിൻ്റ് ഓഫ് വ്യൂവിൽ ഇമ്പോർട്ടൻറ്റ് ഇതിൻ്റെ കൺവേർഷനാണ്. ഇപ്പോൾ നമ്മളിപ്പോൾ ഒരു നമ്പർ തരും, നമ്മൾ യൂസ് ചെയ്യുന്ന 456, 446 ഇതിനാ ഡെസിമൽ സിസ്റ്റത്തിലാണുള്ളത്. ഈ ഡെസിമൽ സിസ്റ്റത്തിലുള്ള നമ്പറിനെ ചിലപ്പോൾ ബൈനറിയിലേക്ക് കൺവേർട്ട് ചെയ്യാനുണ്ടാവും. അങ്ങനെയായിരിക്കും ക്വസ്റ്റ്യൻ ചോദിക്കുക. പിന്നെ ഇതിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ക്വസ്റ്റ്യനിൽ ഇങ്ങനെ ഡെസിമൽ സിസ്റ്റം, ബൈനറി സിസ്റ്റം എന്നൊക്കെ ചിലപ്പം പറയണമെന്നില്ല. ഇങ്ങനെ എഴുതിയിട്ട് ഇവിടെ ഒരു സ്ക്വയർ ബ്രാക്കറ്റോ നമ്മളെ ബ്രാക്കറ്റോ ഇടും. എന്നിട്ട് ഇവിടെ ബേസ് 10 എന്ന് എഴുതും. എന്നിട്ട് ഈക്വൽ ടു ഇട്ടിട്ട് ഒരു ബ്രാക്കറ്റ് ഗ്യാപ്പ് ഇടും. എന്നിട്ട് ഇവിടെ 2 എന്ന് എഴുതിയിട്ടുണ്ടാവും. അപ്പോൾ ഈ ചിലപ്പോൾ ഇത് പഠിച്ച് പോയ ഒരാൾക്ക് പോലും ക്വസ്റ്റ്യനിൽ പെട്ടെന്ന് ഇങ്ങനെ ക്വസ്റ്റ്യൻ കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവണമെന്നില്ല. അപ്പോൾ ഇങ്ങനെ ബ്രാക്കറ്റ് ഇട്ടിട്ട് അടിയിൽ 10 എന്ന് എഴുതി എന്താ ഉദ്ദേശിക്കുന്നത്? ഈ 446 എന്ന് പറയുന്നത് 10 ബേസ് ആയിട്ടുള്ള, അതായത് ആ സിസ്റ്റം ഡെസിമൽ നമ്പർ സിസ്റ്റമാണ്. അതിന് ഇവിടെ ഒരു ഗ്യാപ്പ് ആയിരിക്കും, ഇവിടെ 2 എന്ന് എഴുതിയിട്ടുണ്ടാവും. അപ്പോൾ ഇതെന്താ ഉദ്ദേശിക്കുന്നത്? ഡെസിമൽ
ടു ബൈനറി കൺവേർഷൻ ചെയ്യാനാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ അതിൽ ചിലപ്പോൾ ഒന്നും എഴുതിയിട്ടുണ്ടാവില്ല. അപ്പോൾ ഇത് കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാക്കണം, ഇത് നമ്മളെ നമ്പർ സിസ്റ്റത്തിൻ്റെ കൺവേർഷനാണ്. ഈ പാറ്റേണിലാണ് ക്വസ്റ്റ്യൻ വരുന്നതെങ്കിൽ. ഇൻ ദിസ് നമ്പർ സിസ്റ്റം ഡിജിറ്റ് 0 to 9 represent numbers as it uses 10 digits. It is also called the base 10 number system. ഓരോന്നിനും ഓരോ പൊസിഷൻ വാല്യൂ കൊടുത്തിട്ടുണ്ട്. The value of the position increases by 10 times as we move from right to left. ഇതെന്താ ഉദ്ദേശിച്ച് ഞാൻ പറഞ്ഞുതരാം. നമ്മളിപ്പോൾ ഇവിടെ ഒരു എക്സാമ്പിളായിട്ട് ഒരു നമ്പർ കൊടുത്തിട്ടുണ്ട് 786. ഇവിടെ ശ്രദ്ധിച്ചാൽ ഈ 786 എന്ന് പറയുന്നത് എന്താണ്? നമുക്കറിയാം 786 എന്ന് പറഞ്ഞാൽ എന്താ? 700, 8, 10, 1, 6 അതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. 786 എന്ന് പറയുമ്പോൾ അതിൻ്റെ അകത്ത് 100 എത്ര എണ്ണമുണ്ട്? 7 നൂറുകളുണ്ട്, 8 10 ഉണ്ട്, 6 1 ഉണ്ട്. 1 എന്ന് പറഞ്ഞു കഴിഞ്ഞാലാണ് ഇപ്പോൾ ഇവിടെ അതിനെ സ്പ്ലിറ്റ് ചെയ്ത് എഴുതിയതാണ്. 6 × 10⁻�0. ഏത് നമ്പറിൻ്റെ പവർ 0 ആയാൽ അത് 1 ആണ്. ഇപ്പം 13⁻�0, 13 to the power 0 എന്ന് പറഞ്ഞാൽ അത് 1 ആണ്. ഇപ്പോൾ ഏത് നമ്പറിൻ്റെ പവർ 0 ആകുമ്പോൾ ആ നമ്പർ 1 ആണ്. അപ്പോൾ അതാണ് ഇവിടെ ശ്രദ്ധിച്ചാൽ റൈറ്റ് മോസ്റ്റ് നമ്പർ, അതായത് ഒരു നമ്പറിൻ്റെ റൈറ്റ് മോസ്റ്റ് നമ്പർ ഇൻറ്റു 10⁻�0. 10 എന്ന് പറയുന്നത് ആ നമ്പർ സിസ്റ്റത്തിൻ്റെ ബേസ്. ഡെസിമൽ ആകുമ്പം ഇവിടെ 10, വേറൊരു നമ്പർ സിസ്റ്റം ബൈനറി ആകുമ്പം അത് 2⁻0. അങ്ങനെ ഇവിടെ നിന്നാണ് ഈ ഇമ്പോർട്ടൻ്റ് റൈറ്റ് എന്നാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. 6 × 10⁻�0 പ്ലസ് 8 × 10⁻1, 7 × 10⁻2. ഇതാണ് എന്തായിട്ട് മാറുന്നത്? 780 + 6. അപ്പം ഇങ്ങനെയാണ് നമ്പർ സിസ്റ്റത്തിനെ ഉദ്ദേശിക്കുന്നത്. ഓരോ പൊസിഷൻ വാല്യൂ ആണ് ഇവിടെ പറയുന്നത്. നേരത്തെ പറഞ്ഞതുപോലെ ആദ്യം ഓരോ നമ്പർ സിസ്റ്റത്തിനെയും ജസ്റ്റ് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യും ഇതുപോലെ ഈ പൊസിഷൻസ് വെച്ചിട്ട്. പിന്നെ അടുത്തത് ഇതിൻ്റെ കൺവേർഷൻ. ഈ റെയിൽവേൻ്റെ ക്വസ്റ്റ്യൻസിൽ കൺവേർഷൻ കുറേ ആൾക്കാർ പഠിപ്പിക്കലില്ല. അപ്പോൾ എനിക്കൊന്ന് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യനിലും അത്ര ഇമ്പോർട്ടൻ്റ് ആയിട്ട് അത് വരലില്ല. നേരെ മറിച്ച് SSCക്കൊക്കെ വരലുണ്ട്. അപ്പോൾ ഇവിടെ എല്ലാവരും ചെയ്യൽ ജസ്റ്റ് ഇത് ഇൻട്രൊഡക്ഷൻ മാത്രം പറഞ്ഞിട്ട് നിർത്തലാണ്. പക്ഷേങ്കിൽ മോക്ക് ടെസ്റ്റിൽ ഇപ്പോൾ ഓരോ ആൾക്കാർ പ്രൈവറ്റായിട്ട് കൊടുക്കുന്ന മോക്ക് ടെസ്റ്റുകളിലെല്ലാം ഇതിൻ്റെ കൺവേർഷൻ ചോദിക്കലുണ്ട്. ഏത് വരെ ചോദിക്കലുണ്ട്? ഡെസിമലിന് പിന്നെ ഹെക്സയിലേക്ക് വരെയുള്ള കൺവേർഷൻ, അല്ലെ ഹെക്സേന്ന് ബൈനറിയിലേക്കൊക്കെയുള്ള കൺവേർഷൻ ചോദിക്കലുണ്ട്. അത്രക്കൊന്നും എന്തായാലും ഉണ്ടാവില്ല. സിമ്പിളായിട്ടുള്ള ഏതെങ്കിലും ഡെസിമലിന് ബൈനറിയിലേക്കോ ബൈനറിയിൽ നിന്ന് ഡെസിമലോ ഒക്കെ ആയിരിക്കും ചോദ്യം ചോദിക്കാൻ സാധ്യത. ഓരോന്നും എന്താണെന്ന് നോക്കാം. അടുത്തത് ബൈനറി, രണ്ടാമത്തത്. ആദ്യം പറഞ്ഞത് നമ്മൾ സ്ഥിരമായിട്ട് യൂസ് ചെയ്യുന്ന ഡെസിമൽ. അടുത്തത് ബൈനറി. ബൈ എന്ന് പറയുമ്പോൾ 2, 2 ഇവിടെ ബേസ്, 0ഉം 1ഉം. അത് കുറേ പ്രാവശ്യം പറഞ്ഞതാണ്. ഇതാണ് ആദ്യം പറഞ്ഞ നമ്മൾ ഗേറ്റ്, ലോജിക് ഗേറ്റിൻ്റെ കാര്യത്തിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്താണ് ഈ 0 1? ഓൺ എന്ന് പറയുന്നത് 1, ഓഫ് എന്ന് പറയുന്നത് 0. ദീസ് 2 സ്റ്റേറ്റ്സ് ആർ റെപ്രസെൻറ്റഡ് ബൈ 1 0. ദ കോമ്പിനേഷൻ ഓഫ് 1 0 ആർ ബൈനറി. ഇവിടെ നമുക്ക് നോക്കാം. ഈ എഴുതിയത് ശ്രദ്ധിച്ചോ? ഇങ്ങനെ ഇതാണ് റെപ്രസെൻ്റ് ചെയ്യുക. ബൈനറി എന്നുള്ളത് ഇത് നോക്കി, ഇവിടെ ബൈനറി എന്നൊന്നും പ്രത്യേകിച്ച് പറയുന്നില്ല. പക്ഷെ നമുക്കറിയാം എന്താണ് അടിയിൽ 2 എന്ന് എഴുതിയാൽ ഇത് ബൈനറിയാണ്. ബൈനറീനെ ഡെസിമലിലേക്ക് എങ്ങനെയാണ് മാറ്റുക എന്നുള്ള കൺവേർഷനാണ് ഇവിടെ പറയുന്നത്. ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. അധികം ക്വസ്റ്റ്യന് ചോദിക്കുക. ഒന്നിക്കൽ ഞാൻ കണ്ട ക്വസ്റ്റ്യനിൽ ഒന്നിക്ക് ബൈനറി ടു ഡെസിമൽ, ഇല്ലെങ്കിൽ ഇതിൻ്റെ നേരെ തിരിച്ചും ചെയ്യാനുണ്ട്. അത് എങ്ങനെയാണെന്ന് നോക്കാം. ആദ്യം ഇവിടെ തന്നിട്ടിരിക്കുന്നത് ബൈനറി ടു ഡെസിമൽ കൺവേർഷൻ. 1 0 1 1 0 1. ഏറ്റവും റൈറ്റ് മോസ്റ്റ് നമ്പർ 1. ഇവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യേണ്ടത്. ഇത് സിമ്പിളാണെന്ന് തോന്നും, പക്ഷേ പരീക്ഷയ്ക്ക് വരുമ്പോൾ നമ്മൾ ഇപ്പുറത്തുനിന്ന് സ്റ്റാർട്ട് ചെയ്യും. എന്നിട്ട് തെറ്റിപ്പോവും. ആദ്യം 1 ഇവിടത്തേക്ക് നോക്കുക. ഇവിടെ 1 എഴുതി. 2 ബേസ് ഏതാണ്? 2. 2 പ്ലസ് രണ്ടാമത്തെ 0 × 2 അടുത്തത് 1 × 2 അപ്പോൾ ഇവിടെ എന്താ 2 0 1 2 2 3 പവർ ഇങ്ങനെ കൂടിക്കൂടി വരികയാണ്. ഈ നമ്പർ എഴുതിയത് അതുപോലെ എഴുതുക. പിന്നെ ഇതിൻ്റെ മൾട്ടിപ്ലൈ ചെയ്ത ആൻസർ താഴെ എഴുതി. 1 × 1 2 0 എന്ന് പറഞ്ഞാൽ 1. 1 × 1 1. 0 × 2 0. അപ്പോൾ അത് എഴുതണ്ട. 1 × 4 4. 1 × 8 8. 0 × 16 0.
1 × 32. അപ്പോൾ ഇത് എല്ലാം കൂടി ഈക്വൽ ടു 45 എന്ന് കിട്ടി. അപ്പോൾ ഇവിടെ എന്താണ് ഇപ്പോൾ കിട്ടിയത്? ഈ 45 എന്നുള്ള നമ്മളെ നമ്പറിനെ ബൈനറിയിൽ റെപ്രസെൻറ്റ് ചെയ്ത ഒരു റെപ്രസെൻറ്റേഷനാണ് ഇത്. അപ്പോൾ ഇപ്പം നമുക്കിപ്പോൾ എന്ത് മനസ്സിലായി? ഇപ്പം ഞാൻ എൻ്റെ ഒരു കമ്പ്യൂട്ടറിൽ 45 × 36 എന്നോ അങ്ങനെ എന്തെങ്കിലും പറഞ്ഞിട്ട് ഒരു കാൽക്കുലേഷൻ ഇവിടെ ചെയ്യുന്നുണ്ടെങ്കിൽ ഞാൻ ഈ ടൈപ്പ് 45 എന്ന് ടൈപ്പ് ചെയ്യുന്നത് കമ്പ്യൂട്ടറിന് മനസ്സിലാവണമെങ്കിൽ അതിനെ ഈ ഒരു ഭാഷയിലേക്ക് മാറ്റണം. അതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ഈ നമ്പർ സിസ്റ്റത്തിൻ്റെ കൺവേർഷനൊക്കെ എന്തിനാണെന്ന് വെച്ചാൽ ഇപ്പോൾ ഹിന്ദിയിൽ ഇപ്പോൾ ഒരാൾ 20 ഹസാർ എന്ന് പറഞ്ഞാൽ എനിക്ക് മനസ്സിലാവില്ല. അപ്പോൾ അതിനെ മലയാളത്തിലേക്കോ ഇംഗ്ലീഷിലേക്കോ കൺവേർട്ട് ചെയ്താൽ എൻ്റെ മനസ്സിലേക്ക് അത് മാത്സ് ചെയ്യാൻ വേണ്ടി എനിക്ക് പറ്റുള്ളൂ. അതുപോലെ കമ്പ്യൂട്ടറിന് മനസ്സിലാവുന്ന ഭാഷയിലേക്ക് മാറ്റാനാണ് ഈ ബൈനറിയും നമ്പർ സിസ്റ്റത്തിൻ്റെ ഒക്കെ കൺവേർഷൻ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ ഒന്നും കൂടെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഒരു നമ്പർ ഇങ്ങനെ തരും, 0101 എന്നിട്ടൊരു സീരീസ് തരും. അപ്പോൾ ഇത് ചിലപ്പം കുറച്ച് വലിപ്പം ഉണ്ടാവും. ചിലപ്പോൾ ഏറ്റവും റൈറ്റ് മോസ്റ്റ് നമ്പറിന് ബേസ് റേസ് ടു 0, 1 × 2⁻⁴ 1. അടുത്തത് 2⁻1 രണ്ടാമത്തെ നമ്പർ 0. അപ്പം അങ്ങനെ എഴുതി പ്രൊഡക്റ്റ് മൾട്ടിപ്ലൈ ചെയ്ത് എഴുതി അതെല്ലാം കൂടി ടോട്ടൽ സം ചെയ്തു. അതാണ് ബേസ് 10ലേക്കുള്ള കൺവേർഷൻ. ഇപ്പോൾ 2 എണ്ണം പറഞ്ഞു. അടുത്ത നമ്പർ സിസ്റ്റമാണ് ഒക്ടൽ. ഒക്ട് എന്ന് പറയുമ്പോൾ നമുക്ക് ഓർമ്മ വരും ഏതാണ്? 8 എന്നുള്ള നമ്പറാണ്. ഒക്ടൽ എന്ന് പറയുമ്പോൾ 8 എന്ന് പറയുമ്പോൾ 0 തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ 7 വരെ, 0 തുടങ്ങിക്കഴിഞ്ഞാൽ 7 വരെ. ഇതാണ് ബേസ് 8 ആയിട്ടുള്ള ഒക്ടൽ നമ്പർ സിസ്റ്റം. ഇവിടെയും ഒക്ടലിന് ഡെസിമലിലേക്ക് കൺവേർഷൻ എങ്ങനെയാണ്? 24ന് 2 ടേം, 4ഉം 2ഉം. അപ്പോൾ ഈ റൈറ്റ് മോസ്റ്റ് ടേമിന് ആദ്യം എടുത്തു, ഇൻറ്റു ബേസ് റേസ് ടു 0 പ്ലസ് അടുത്ത റൈറ്റിൽ നിന്ന് ലെഫ്റ്റിലേക്ക് മൂവ് ചെയ്യുക. ഇപ്പോൾ 2 എണ്ണം ഇല്ലോണ്ട് എളുപ്പമായി. 2 × ബേസ് റേസ് ടു ഇവിടെ 0 അടുത്ത് 1. അപ്പോൾ എന്ത് കിട്ടി? 8⁻⁴ 1, 4 × 1 4 പ്ലസ് 8⁻1 8, 2 × 8 16, 16 + 4 = 20. 20 ആണ് ഡെസിമലിലേക്കുള്ള മാറ്റം. ഇത് നേരെ തിരിച്ചിട്ടും ചെയ്യാനുണ്ട്. അത് സ്ലൈഡിൽ വരുന്നുണ്ടോ നോക്കട്ടെ. തിരിച്ചിട്ടില്ല. ഇനി തിരിച്ചിട്ട് എങ്ങനെ ചെയ്യാൻ നോക്കാം. ഇത് കംപ്ലീറ്റ് ചെയ്തിട്ട് വരാം. നാലാമത്തത് ഇപ്പം നമ്മൾ 3 എണ്ണം പറഞ്ഞതാ. ഡെസിമൽ പറഞ്ഞു, ബൈനറി പറഞ്ഞു, ഒക്ടൽ പറഞ്ഞു. നാലാമത്തത് ഹെക്സാ ഡെസിമൽ. ഹെക്സാ ഡെസിമൽ എന്ന് പറയുമ്പോൾ 16. ഇവിടെ നേരത്തെ പറഞ്ഞതുപോലെ 16 എന്ന് പറയുമ്പോൾ എന്തെല്ലാം? 0, 1, 2, 9 വരെ. പിന്നെ അടുത്തത് 10, 11, 12, 13. ഇതൊക്കെ 2 ഡിജിറ്റാണ്. അപ്പോൾ അതിനെ ജസ്റ്റ് കൺവേർട്ട് ചെയ്തിട്ട് ആൽഫബറ്റിലേക്ക് മാറ്റി എഴുതുക. 10ന് പകരം എ, 11ന് പകരം ബി. അതാണ് ഇവിടെ എഴുതിയിട്ടുള്ളത്. ഹെക്സാ ഡെസിമൽ സിമ്പിൾസ് 0 to 9 ആദ്യത്തെ 10 എണ്ണം, പിന്നെ ABCDEF. അപ്പോൾ ഇത് ഇങ്ങനെ കാണുമ്പോൾ നമുക്ക് കൺഫ്യൂഷൻ ഉണ്ടാവില്ല. പെട്ടെന്ന് നമുക്കൊരു നമ്പർ സിസ്റ്റം ഹെക്സാ ഡെസിമലിൽ ഇങ്ങനെ തരും. A, B, 6, 8, F, 3. ഇതിനെ ഡെസിമലിലേക്ക് കൺവേർട്ട് ചെയ്യാൻ പറയും. അങ്ങനെ ആയിരിക്കും ക്വസ്റ്റ്യൻ ഉണ്ടാവുക. ഡെസിമലിലേക്കോ ബൈനറിയിലേക്കോ ക്വസ്റ്റ്യൻ ഉണ്ടാവും, കുറച്ച് ടഫാണെങ്കിൽ. അപ്പോൾ ഇങ്ങനെ കണ്ടു കഴിഞ്ഞാൽ ഇതെന്ത് മനസ്സിലാക്കണം? എയും ബിയും എഫ് ഒക്കെ കണ്ടു കഴിഞ്ഞാൽ അത് ഹെക്സാ ഡെസിമലാണെന്ന് മനസ്സിലാക്കണം. ഇനിയിപ്പോൾ ഇതിനാ തിരിച്ചിട്ടുള്ള കൺവേർഷൻ. ആദ്യം ഡെസിമലിനെ ബൈനറിയിലേക്ക് കൺവേർട്ട് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ഇത് സ്ലൈഡിലില്ല, ഇതത്ര ഇമ്പോർട്ടൻ്റ് അല്ല ക്വസ്റ്റ്യനിൽ. പക്ഷെ എന്നാലും ജസ്റ്റ് ഒരു കാര്യം മാത്രം ഇങ്ങനെ നോക്കാം. ഡെസിമലിനെ എങ്ങനെയാണ് ബൈനറി ആക്കുക. ഇപ്പോൾ നമ്മളെ ഡെസിമൽ നമ്പർ സിസ്റ്റത്തിൽ 13, 10 + 3 13. 13നെ എങ്ങനെയാണ് ബൈനറിയിലുള്ള ഒരു നമ്പറായിട്ട് കൺവേർട്ട് ചെയ്യുക. അപ്പോൾ ആദ്യം നമുക്ക് തന്ന നമ്പറിന് എഴുതുക. 2 ബേസ്. ഇപ്പോൾ 2നെ കൊണ്ട് ഇതിനെ എന്ത് ചെയ്യുക? ഡിവൈഡ് ചെയ്യുക. 2നെ കൊണ്ട് ഇതിനെ ഡിവൈഡ് ചെയ്യുക. 2നെ കൊണ്ട് 13നെ ഡിവൈഡ് ചെയ്യുമ്പോൾ എന്ത് കിട്ടും? 6 എന്ന് കിട്ടും. 6 × 2 12. ബാക്കി
എന്തുണ്ട് 1. 6 നമുക്ക് ഡെസിമൽ എന്താണോ വേണ്ടത് അതിനെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുക 6, ബാക്കി ശിഷ്ടം 1, റിമൈൻഡർ 1. 2 ഇൻറ്റു 6 12 പ്ലസ് 1 13. ഓക്കെ, 13നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്തു 6, ബാക്കി റിമൈൻഡർ 1. അപ്പോൾ ഈ ലൈൻ ഒന്നും കൂടെ എഴുതുക. 6നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുക ഒന്നുകൂടെ. ഇവിടെ എല്ലാം 2നെ കൊണ്ടാണ് ഡിവൈഡ് ചെയ്യാൻ പോകുന്നത്. 6നെ 2നെ കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 3 എന്ന് കിട്ടി. റിമൈൻഡർ ഉണ്ടോ? റിമൈൻഡർ ഇല്ല, കറക്റ്റായിട്ട് ഡിവൈഡായിപ്പോയി. ഇപ്പോൾ റിമൈൻഡർ ഇല്ല എന്ന് പറഞ്ഞാൽ എന്താണ്? റിമൈൻഡർ 0. അപ്പോൾ അടുത്ത വീണ്ടും 3നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. 3നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ ഒരു തവണ കംപ്ലീറ്റ് പോവും, ബാക്കി റിമൈൻഡർ 1. അപ്പോൾ ഇവിടം വരെ കറക്റ്റായിട്ട് കിട്ടി. ഇനിയിപ്പം 2നേക്കാൾ ചെറുതാണ്. ഇനിയിപ്പോൾ കൃത്യമായിട്ട് പോയാൽ ഇവിടെ 0 1 എന്നൊക്കെ വരിക. അപ്പോൾ ഇവിടെ നമുക്കിപ്പോൾ എന്ത് കിട്ടി? നമുക്ക് തന്ന ഡെസിമലിലുള്ള ഒരു നമ്പർ സിസ്റ്റത്തിനെ നമ്മൾ ബൈനറിയിലേക്ക് കൺവേർട്ട് ചെയ്യാൻ ബൈനറീൻ്റെ ബേസായ 2 കൊണ്ട് ഇവിടെ ഡിവൈഡ് ചെയ്തു. 13നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്തു, 1 റിമൈൻഡർ കിട്ടി. 6നെ 2 കൊണ്ട് ചെയ്തു, 0 റിമൈൻഡർ. അപ്പോൾ ഇവിടെ നമുക്ക് വേണ്ടത് ഈ 1 1 0 1 കണ്ടുമല്ല, ഇതാണ് ഇവിടുത്തെ ബൈനറിയിലേക്കുള്ള കൺവേർഷൻ ചെയ്താൽ കിട്ടേണ്ടത്. അപ്പോൾ ഇതിനിപ്പോൾ എങ്ങനെയാണ് എഴുതേണ്ടത്? ബോട്ടം ടു ടോപ്പ്, ഇതാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. ബോട്ടം ടു ടോപ്പാണ് എഴുതേണ്ടത്. അപ്പോൾ ബോട്ടം ടു ടോപ്പ് എഴുതിയാൽ എങ്ങനെ വരും? ആദ്യം ബോട്ടം നിന്ന് തുടങ്ങുക, ഇവിടുന്ന് തുടങ്ങണം. ഇവിടുന്ന് അല്ല സ്റ്റാർട്ട് ചെയ്യേണ്ടത്, ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്യണം. ആദ്യം 1 നിന്ന് സ്റ്റാർട്ട് ചെയ്യണം. 1 1 0 1. അപ്പോൾ ഇവിടെ ഇത് കംപ്ലീറ്റ് ആയി. 13നെ ബൈനറിയിലേക്ക് കൺവേർട്ട് ചെയ്താൽ 1 1 0 1 കിട്ടി. അപ്പോൾ ഇങ്ങനെയാണ് ബൈനറി ടു ഡെസിമൽ. ഇനിയിപ്പോൾ ഇത് തന്നെ നേരെ തിരിച്ചിട്ട് ഈ ക്വസ്റ്റ്യൻ തന്നെ നമുക്ക് എന്ത് ചെയ്യാം? ബൈനറീനെ ഡെസിമലിലേക്ക് കൺവേർട്ട് ചെയ്യാം. അതായത് 2 ബേസ് ഉള്ളതിനെ 10ലേക്ക് കൺവേർട്ട് ചെയ്യുക. അതെങ്ങനെയാണ്? ക്വസ്റ്റ്യനിൽ ഇപ്പോൾ എന്താ തരിക? 1 1 0 1 തരും. അപ്പോൾ അതിനെ ബൈനറിയിലേക്ക് കൺവേർട്ട് ചെയ്യാൻ അപ്പോൾ എന്ത് ചെയ്യുക? റൈറ്റ് മോസ്റ്റ് നമ്പർ ഇൻറ്റു 2⁻0 പ്ലസ് അടുത്തത് 2⁻1, പിന്നെന്ത് 2⁻2, പിന്നെ 2⁻3. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഇതൊക്കെ ഇൻറ്റു ചെയ്യുക, അടിയിലെഴുതുക. 2⁻0 1 1 ഇൻറ്റു 1 1, 2⁻1 2 2 ഇൻറ്റു 0 0 പ്ലസ് 2⁻2 4 2 ക്യൂബ് 8 ഇൻറ്റു 1 8. അപ്പോൾ ഇവിടെ എന്ത് കിട്ടി? 8 4 12 1 13. അപ്പോൾ 2 കൺവേർഷനുമായി. ഇതെന്തായി? 13 എന്നുള്ളത് ഡെസിമലിലുള്ളതായി. അപ്പോൾ ഇവിടെ നമുക്ക് എന്ത് കിട്ടി? ഡെസിമലിനെ ബൈനറിയിലേക്കുള്ള കൺവേർഷനുമായി, ബൈനറിനെ ഡെസിമലിലേക്കുള്ള കൺവേർഷനുമായി. ഇതാണ് എക്സാം പോയിൻ്റ് ഓഫ് വ്യൂവിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് കൺവേർഷൻ. അപ്പോൾ ആലോചിക്കേണ്ടത് 10 2ലേക്ക് കൺവേർട്ട് ചെയ്യാൻ 2 കൊണ്ട് ഡിവൈഡ് ചെയ്തു പോയി. അതിൻ്റെ റിമൈൻഡർ ബോട്ടം ടു ടോപ്പ് ഓർഡറിൽ എഴുതി. അപ്പോൾ അത് റെഡിയായി. ഡെസിമലിനെ ബൈനറിയിലേക്ക് കൺവേർട്ട് ചെയ്യാൻ 2 കൊണ്ട് ഡിവൈഡ് ചെയ്തു, അതിൻ്റെ റിമൈൻഡേഴ്സ് ബോട്ടം ടു ടോപ്പ്. ഡെസിമലിനെ ബൈനറിയിലേക്ക് കൺവേർട്ട് ചെയ്യാൻ ഇതുപോലെ 2ൻ്റെ പവർ വെച്ച് മൾട്ടിപ്ലൈ ചെയ്തു, റൈറ്റ് ടു ലെഫ്റ്റ്. അടുത്തത് ഇനി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് ഒക്ടൽ നമ്പർ സിസ്റ്റത്തിൽ നിന്ന് ബൈനറിയിലേക്കും തിരിച്ചുള്ള കൺവേർഷനാണ്. അതായത് ഒക്ടൽ എന്ന് പറയുമ്പോൾ എന്താണ്? 8 നിന്ന് 2ലേക്കുള്ള കൺവേർഷൻ. ഈ ഒക്ടൽ നിന്ന് ബൈനറിയിലേക്കുള്ളത് പഠിച്ചു കഴിഞ്ഞാൽ ഹെക്സ 16 നിന്ന് 2ലേക്കുള്ളതും ഏകദേശം ഒരുപോലെയാണ്. അപ്പോൾ ഇത് എങ്ങനെയാണെന്നുള്ളത്, ഈ 8 നമ്പേഴ്സിനെ 0 മുതൽ 8 വരെയുള്ള നമ്പേഴ്സിനെ ബൈനറിയിലെ 3 നമ്പറിൻ്റെ സീക്വൻസ് ആയിട്ട് മാറ്റുന്നുണ്ട്. അതാണ് ഉള്ളത്. അതിവിടെ എഴുതാം. 0 1 യൂസ് ചെയ്തുകൊണ്ട് എങ്ങനെയാണ് ഈ 8 എണ്ണം എഴുതുക എന്നുള്ളത് നോക്കാം. 3 നമ്പറിൻ്റെ സെറ്റ് 0 0 1. അടുത്ത വലിയ നമ്പർ 0 1 0. അടുത്ത വലിയ നമ്പർ 1 0. അടുത്ത നമ്പർ എന്താണ്? 0 1 1.
1 0 0. ഈ ടേബിൾ ഒന്നുകൂടെ എഴുതാം. നോക്കിയോ, ആദ്യം 4 0, പിന്നെ 4 1 1 1 1. ഒക്ടേൽ എന്താണ്? 0 to 7 ആണ്. അടുത്തത് 2 0 2 1 2 0 2 1 0 1 0 1 0 1 0 1. അപ്പോൾ ഇവിടെ എന്ത് കിട്ടി? ഇപ്പോൾ ഇതാണ് ആദ്യം എഴുതിയതിൽ തെറ്റിപ്പോയത്. 0 0 0 ആണ് 0 എന്ന് പറയുന്ന ഒക്ടലിൻ്റെ ബൈനറിയിലേക്ക് വരുമ്പോഴുള്ള കോഡ്. അതാണ് ആദ്യം എഴുതിയപ്പോൾ തെറ്റിയത്. അപ്പോൾ ഇവിടെ ഇപ്പോൾ എന്താ ചെയ്തിനി? ഈ 0 എന്ന് പറഞ്ഞ് ഒക്ടലിൽ ഇനി റെപ്രസെൻ്റ് ചെയ്യുന്നത് ബൈനറിയിലേക്ക് വരുമ്പം 0 0 എന്നായിരിക്കും. ഒരു എക്സാമ്പിൾ പറയാം. ഇവിടെ ഒക്ടലിലുള്ള ഒരു നമ്പർ, ഏതെങ്കിലും ഒരു നമ്പർ 12 എന്ന് കൊടുക്കാം. 12 എന്ന് പറയുന്ന നമ്പറിനെ ഒക്ടലിന് ബൈനറിയിലേക്ക് കൺവേർട്ട് ചെയ്യണം. എങ്ങനെ കൺവേർട്ട് ചെയ്യാൻ നോക്കാം. ആദ്യം റൈറ്റ് മോസ്റ്റ് നമ്പർ 2. 2ൻ്റെ ഇവിടുത്തെ ബൈനറിയിലെ കോഡ് ഏതാണ്? 0 1 0. അപ്പോൾ അതിവിടെ എഴുതുക 0 1 0. അടുത്തത് 1ൻ്റെ ബൈനറിയിലെ കോഡ് 0 0 1. അതിവിടെ എഴുതുക 0 0 1. അപ്പോൾ ഈ തന്നിരിക്കുന്നതാണ് ബൈനറിയിലെ 12 എന്ന് പറയുന്ന ഒക്ടലിൻ്റെ കൺവേർഷൻ. അപ്പോൾ ഇതിനെ എങ്ങനെ മാറ്റി എഴുതാം? ഈ ലെഫ്റ്റ് സൈഡിൽ 0. ഇപ്പോൾ നമ്മളിപ്പോൾ ഒരു രൂപേൻ്റെ വില എഴുതുന്നു, 320 രൂപ എന്ന് എഴുതുന്നു. ഇവിടെ കുറേ 0 വന്നു എന്ന് വിചാരിച്ചിട്ട് ആ വാല്യൂയിൽ എന്തെങ്കിലും വ്യത്യാസം ഉണ്ടോ? ഇല്ല. അപ്പോൾ ഇവിടെ എന്തായി? 1 0 1 0 എന്ന് പറയുന്നതാണ് ബൈനറിയിലെ 12 എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടുന്ന് എന്തായി? ഒക്ട നമ്പർ സിസ്റ്റത്തിൽ നിന്ന് ബൈനറിയിലേക്കുള്ള കൺവേർഷനായി. ഇനിയിപ്പോൾ ഇത് നേരെ തിരിച്ചിട്ടാണെങ്കിൽ ഒന്നും കൂടെ ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഒരു നമ്പർ ഇങ്ങനെ തരുന്നത് എത്രയെങ്കിലും 1 0. ഇപ്പം എന്ത് ചെയ്യുക? ഈ തന്ന നമ്പറിനെ നോക്കാം. ഇതിനെ തിരിച്ച് കൺവേർട്ട് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കുന്നത്. അപ്പോൾ ആദ്യം ഇവിടെ നമ്മൾ 3ൻ്റെ നമ്പർ ആക്കിയിട്ട് എടുത്തി. അപ്പോൾ റൈറ്റിൽ നിന്ന് ലെഫ്റ്റിലേക്ക് ഇതിനെ 3ൻ്റെ നമ്പറായിട്ട് സെറ്റ് ചെയ്യുക. അപ്പോൾ ആദ്യത്തെ സെറ്റ് 0 1 0. അടുത്ത 3 എണ്ണത്തെ എടുക്കുമ്പോൾ നോക്കുമ്പോൾ ഇവിടെ ഒറ്റ ഒന്നേ ഇല്ലു. നമുക്കാണെങ്കിൽ 3 എണ്ണത്തിൻ്റെ സെറ്റ് വേണം. എന്ത് ചെയ്യുക? 0 ഇട്ട് കൊടുക്കുക. ബാക്കിയുള്ള 2 സ്ഥലത്ത് 0 ഇട്ട് കൊടുക്കുക. അപ്പോൾ ഇവിടെ എന്തായി? 2 സെറ്റ് കിട്ടി. ഇനി നമുക്ക് ഇതിന് കണക്കായിട്ടുള്ള ഒക്ടലിൻ്റെ നമ്പർ ചെക്ക് ചെയ്യുക. അപ്പോൾ ക്വസ്റ്റ്യൻ വരുമ്പം ഒക്ടലുമായിട്ട് ബന്ധപ്പെട്ടതാണെങ്കിൽ പെട്ടെന്ന് ഈ ടേബിൾ അങ്ങ് വരച്ച് വെക്കുക. ഇത് കുറച്ച് കഴിയുമ്പോൾ നമുക്ക് മനസ്സിൽ വരും 7 എന്ന് പറയുന്നത് 1 1 1 ആണ് എന്നൊക്കെ വരും. പക്ഷേ ആദ്യം ഇതിങ്ങനെ തന്നെ എഴുതി പഠിക്കുക. ഈ ടേബിൾ അങ്ങനെ എഴുതുക. അപ്പോൾ ഇവിടെ നോക്കുക 0 1 0 0 1 0 കണക്കായിട്ടുള്ള നമ്പറാണ് 2. അപ്പോൾ ഇവിടെ 2. അടുത്ത 0 0 1 1. അപ്പോൾ 12 എന്നുള്ള ഒക്ടലിൻ്റെ നമ്പർ സിസ്റ്റത്തിലുള്ള നമ്പർ കിട്ടി ഇവിടെ. അപ്പോൾ ഇങ്ങനെയാണ് ഒക്ടലിനെ ബൈനറിയിലേക്കും ബൈനറിയിൽ നിന്ന് തിരിച്ച് ഒക്ടലിലേക്കുള്ള കൺവേർഷൻ. ഡെസിമലിനാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്തു? ഡെസിമലിനാണെങ്കിൽ 2 കൊണ്ട് ഡിവൈഡ് ചെയ്തിട്ട് ബൈനറിയിലേക്ക് എത്തി. ബൈനറിയിൽ നിന്ന് നേരെ തിരിച്ച് ഇൻറ്റു 2⁻0 2⁻1 എന്നുള്ളതൊക്കെ ചെയ്തു. ഇപ്പോൾ ഇവിടെ ഒക്ടലിനാണെങ്കിൽ ഇതുപോലെ കൺവേർട്ട് ചെയ്തു. ഞാൻ അടുത്ത പറയാൻ പോകുന്നത് വീണ്ടും സിമ്പിളാണ് സംഭവം. ഹെക്സഗണിന് ബൈനറിയിലേക്കുള്ള കൺവേർഷൻ. അപ്പോൾ ഇതും നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഈ 0 1 2 3 9 ABCDEF ഈ 16 നമ്പറിനും കണക്കായിട്ട് ഇവിടെ എന്തുണ്ടാവും? 4 അക്ക 0 1 0 1ൻ്റെ സീക്വൻസ് ഉണ്ടല്ലോ. അപ്പം ഇങ്ങനെ ഒരു ടേബിൾ ഇവിടെ എഴുതി ഉണ്ടാക്കണം. ഏത്? ഈ 16 എണ്ണം 0 1 2 3. അപ്പോൾ അതിന് കണക്കായിട്ട് ഇപ്പോൾ ഹെക്ടഗണിലെ ഒരു നമ്പർ സിസ്റ്റം ഇങ്ങനെ തരിക 1 4 E 6 F. ഇതാണ് ഹെക്ടഗൺ. ഇതിനെങ്ങനെയാണ് കൺവേർട്ട് ചെയ്യാൻ നോക്കുക. അപ്പോൾ ഈ 1ന് കണക്കായിട്ട് ഇവിടെ വരുന്ന 4 അക്ക നമ്പർ ആദ്യം റൈറ്റ് മൗസ് ഒന്ന് സ്റ്റാർട്ട് ചെയ്യുക. Fന് കണക്കായിട്ടുള്ള 4 അക്ക നമ്പർ ഇവിടെ എഴുതുക. അതൊരു സെറ്റ്. പിന്നെ അടുത്തത്. അപ്പോൾ അങ്ങനെയാണ് ബൈനറിയിലേക്ക് കൺവേർട്ട് ചെയ്യുക. ഇത് വേണമെങ്കിൽ ഞാനിവിടെ ഒരു അപ്ലോഡ് ചെയ്യാം. ഈ ടേബിളൊന്ന് അപ്ലോഡ് ചെയ്യാം. ഇവിടെ തന്നിരിക്കുന്ന
ഈ ടേബിളാണ് നേരത്തെ നമ്മൾ ഉണ്ടാക്കാൻ നോക്കിയത്. ഹെക്സഗണൽ 0 to 16, 16 എന്ന് പറയുന്നതിൻ്റെ എഫ് ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ 8 0. ഇത് സ്വന്തമായിട്ട് എഴുതാൻ വേണ്ടിയിട്ടാണ് എങ്ങനെയാണെന്നാണ് പറയുന്നത്. എഴുതാനുള്ളൊരു ട്രിക്ക്. ഇത് ശരിക്കും പറഞ്ഞാൽ എന്താണ്, ചെറുതെന്ന് വലുതിലേക്ക് ഈ രണ്ട് നമ്പേഴ്സും 0യും 1ഉം യൂസ് ചെയ്തിട്ടുള്ള സീക്വൻസ് വെച്ച് എഴുതുന്ന 4 അക്ക നമ്പറുകളാണ് ചെറുതെന്ന് വലുതിലേക്ക്. 1 അതിനെക്കാട്ടി വലുത് 10, 11. പക്ഷേ ഇത് നമുക്ക് പെട്ടെന്ന് എഴുതുമ്പോൾ തെറ്റും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് എന്താണ്, ആദ്യം 8 16ൻ്റെയാണ് ഹെക്സ. അപ്പോൾ 16/2 8. അപ്പോൾ ഈ 8 0 താഴെ എഴുതുക. 1 2 3 4 5 6 7 8. പിന്നെ 8 1 എഴുതി. പിന്നെ അതുപോലെ 4 0, 1 2 3 4 0. പിന്നെ 4 1, പിന്നെ 4 0, പിന്നെ 4 1, പിന്നെ 2 0 2 1, 2 0 2 1. അടുത്ത് 0 1 0 1 0 1. മനസ്സിലായില്ല? 8 0 ഇങ്ങനെ എഴുതുക. പിന്നെ 8 1 ഇങ്ങനെ. അടുത്ത് 4 0, പിന്നെ 4 1 4 0. അപ്പം അങ്ങനെ 4 എണ്ണത്തിൻ്റെ സീക്വൻസ് ആയിട്ട് ബൈനറിയിലേക്ക് കൺവേർട്ട് ചെയ്യുക. അപ്പോൾ ഇവിടെ ഇപ്പോൾ എന്ത് കിട്ടി, ഒരു നമ്പർ തരുന്നത് 7 8 A. ഈ നമ്പറിനെ ബൈനറിയിലേക്ക് കൺവേർട്ട് ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യും, റൈറ്റ് മോസ്റ്റ് ടേം എക്ക് കണക്കായിട്ടുള്ള നമ്പർ 1010. അപ്പോൾ അതിവിടെ എഴുതുക 1010. അടുത്തത് 8, 8ന് കണക്കായിട്ടുള്ള 1 0 0 1 0 0 0. 7ന് കണക്കായിട്ടുള്ളത് 0 1 3 0 1 1 1 1 1 1. ഇതാണ് ഈ ഹെക്സ ഇതിൻ്റെ കൺവേർഷൻ എടുത്തേക്കുള്ളത്, ബൈനറിയിലേക്കുള്ളത്. ഇനി വേണമെങ്കിൽ ഇതിനെ ഡെസിമലിലേക്കും ഇതിനെ ഒക്ടയിലേക്കും ഒക്കെ കൺവേർട്ട് ചെയ്യും. അതൊക്കെ യൂട്യൂബിൽ പ്രത്യേകം സെർച്ച് ചെയ്താൽ മതി. ഇങ്ങനെ നമ്പർ സിസ്റ്റത്തിൻ്റെ കൺവേർഷൻ, ഡെസിമൽ ടു ബൈനറി, ബൈനറി ടു ഡെസിമൽ എന്ന് പറഞ്ഞാൽ കൃത്യമായിട്ട് അതിൻ്റെ വീഡിയോ ഉണ്ട്. അപ്പോൾ ബേസിക്കലി ആദ്യം മുതൽ ഒന്ന് റിവൈസ് ചെയ്ത് കഴിഞ്ഞാൽ 4 ടൈപ്പ് നമ്പർ സിസ്റ്റം ഉണ്ട്. നമ്മൾ യൂസ് ചെയ്യുന്ന ഡെസിമൽ, പിന്നെ നമ്മൾ ആദ്യം യൂസ് ചെയ്യുന്നത് ഡെസിമൽ, പിന്നെ ബൈനറി, ഒക്ട, ഹെക്സ. അപ്പോൾ എന്തുണ്ട്, ഈ 4ൻ്റെയും പരസ്പരം കൺവേർഷൻ ഉണ്ടാവും. ഒന്ന് ഇതിനിങ്ങോട്ടേക്ക്, ഇതിനിങ്ങോട്ടേക്ക്, ഇതിനിങ്ങോട്ടേക്ക്. അപ്പോൾ ഈ ഇപ്പം എത്ര ലൈനായി, 1 2 3 4. ഇത് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും 6 12 കൺവേർഷൻ ഇല്ലേ, അങ്ങോട്ടും ഇങ്ങോട്ടും. ഇതൊക്കെ 2 ടൈപ്പാണ് ആകെ ചെയ്യുന്നത്. ആദ്യത്തെ ടൈപ്പാണ് നമ്മൾ ഈ വരച്ച ഡിവൈഡഡ് ബൈ 2ഉം, അതായത് 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നത്, ഡിവൈഡഡ് ബൈ 2, പിന്നെ അതിൻ്റെ റിമൈൻഡർ എടുക്കുന്നത്. അതാണ് ആദ്യത്തെ ഒരു ടൈപ്പ്. അതാണ് നമ്മൾ ആദ്യം ഡെസിമൽ ടു ബൈനറി ചെയ്തത്. ബൈ 2 ചെയ്തിട്ട് റിമൈൻഡർ വെച്ച് സീരീസ് എഴുതുന്നത്. അത് തിരിച്ചിട്ടാണെങ്കിൽ എന്ത് ചെയ്യും, 2⁻0 2⁻1 വെച്ച് മൾട്ടിപ്ലൈ ചെയ്തിട്ട് ആഡ് ചെയ്യും. അടുത്തതാണ് ഈ ടേബിൾ വരച്ചിട്ടുള്ള പരിപാടി. ഇപ്പോൾ ഇവിടെ ചെയ്യുന്നത് പോലത്തെ ടേബിൾ വരച്ച് ഈ 2 ടൈപ്പേ ഈ മൊത്തം കൺവേർഷനും ഉള്ളൂ. എളുപ്പമാണിത്. ജസ്റ്റ് ഒന്നൊരു ഐഡിയ കിട്ടിക്കഴിഞ്ഞാൽ പെട്ടെന്ന് പോവാം. ജസ്റ്റ് ഒന്നുകൂടെ പറഞ്ഞാൽ ബേസ് എന്തെല്ലാമാണ്, ബേസ് എന്താണ്, അതിൻ്റെ സിമ്പിൾസ് എന്തെല്ലാമാണ്, എക്സാമ്പിൾസ് എന്തെല്ലാം.